ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ 40 ദിവസത്തെ വിജനതയിലെ തൻ്റെ ഉപവാസവും പ്രാർത്ഥനയും പരീക്ഷകളും കഴിഞ്ഞ് ഗലീല ദേശത്തിലേക്ക് മടങ്ങി വന്ന യേശു സമീപ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ താൻ വളർന്ന നസ്രത്തിൽ എത്തിയ സമയം. ഗലീലി പ്രദേശങ്ങളിലെ അവനെ കേട്ട ജനം സന്തോഷത്തോടെ അവനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്. അവൻ്റെ കീർത്തി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു എന്നാണ് നാം വായിക്കുന്നത്. തീർച്ചയായും അവനെപ്പറ്റി അവൻ്റെ സ്വന്തം നാടായ നസ്രേത്തിലും ആ വാർത്ത എത്തിയിട്ടുണ്ടാകണം. അവൻ വന്ന ആ ശനിയാഴ്ചയിൽ യഹൂദന്മാരുടെ ശാബത്ത് ദിവസം നസ്രേത്തിലെ സിനഗോഗിൽ അവൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, തച്ചനായ ജോസഫിൻ്റെയും മേരിയുടെയും മകൻ. ആ കുടുംബത്തെ ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങൾ വളരെ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ. ഇപ്പോൾ അവനിതാ ഒരു യുവാവായി ഇവിടെ ഞങ്ങളുടെ സിനഗോഗിൽ വന്ന് തിരുവെഴുത്ത് വായിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മറ്റു സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളിൽ നിന്നും ഒരുപക്ഷെ ഞങ്ങൾ ഇവനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായിരുന്നിരിക്കണം നസ്രയത്തിലെ ആ സിനഗോഗിലെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന അപ്പോഴത്തെ ചിന്ത. യേശുവിൻ്റെ കാലത്ത് ഗലീലി നാട്ടിലെ ഈ ഗ്രാമം വളരെ കുറച്ച് പേർ മാത്രം താമസിക്കുന്നൊരു ചെറിയ സ്ഥലമാണ്. ജെറുസലേമിൽ നിന്ന് ഏകദേശം 105 കിലോമീറ്റർ ദൂരെയുള്ള യഹൂദന്മാരുടെ തോറയിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു പ്രാധാന്യവും ഒരു പ്രവാചകന്മാരും നൽകിയിട്ടില്ലാത്ത ഒരു ചെറിയ ഗ്രാമം. അതുകൊണ്ടായിരിക്കണമല്ലോ ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് യേശു സാക്ഷിച്ച നഥാനയേൽ തൻ്റെ കൂട്ടുകാരനായ ഫിലിപ്പോസ് തൻ്റെ അടുക്കൽ വന്ന് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അവൻ ജോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരനാണ് എന്ന് വന്ന് പറഞ്ഞപ്പോൾ ന്യായപ്രമാണമെല്ലാം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള നഥാനയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്നത് നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന്. കാരണം പഴയ നിയമത്തിൽ എവിടെയും പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു ചെറിയ ഗ്രാമം. ഈ നസ്രേത്ത് എന്ന ഗ്രാമം ഗലീല മേഖലയുടെ അന്നത്തെ തലസ്ഥാനമായിരുന്ന സിപ്പോറി എന്ന പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമായിരുന്നു. ആ പ്രമുഖ നഗരത്തിൽ അന്ന് ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയെങ്കിൽ ജോസഫിന് അവിടെ ധാരാളം തൊഴിൽ സാധ്യതകളും ഉണ്ടായിരുന്നിരിക്കണം. ഇസ്രായേലിലെ ഏറ്റവും പ്രമുഖ രാജാവായിരുന്ന ദാവീദ് രാജാവിൻ്റെ വംശജരായിരുന്നു അന്ന് നസ്രേത്തിൽ പാർത്തിരുന്നവർ എന്നും നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ മറിയം യേശുവിനെ ഗർഭം ധരിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞ നസ്രേത്ത്. മറിയമും ജോസഫും സെൻസസിൽ പങ്കെടുക്കുവാനായി മാതൃഗ്രാമമായ ബേത്ലഹേമിലേക്ക് നസ്രയത്തിൽ നിന്നും പോയി എന്ന് നാം വായിക്കുന്നുണ്ട്. ഹെരോദാവിനെ ഭയന്ന് ഈജിപ്തിൽ പോയിട്ട് തിരികെ എത്തി യേശു തൻ്റെ 30-ാം വയസ്സുവരെ ജീവിച്ച സ്ഥലം. ഇന്ന് ബസിലിക്ക ഓഫ് അനൺസിയേഷൻ എന്ന അതിവിശാലമായ ദേവാലയം സ്ഥിതി ചെയ്യുന്ന നസ്രയത്ത്, ചെറിയൊരു കയറ്റം കയറി ചെല്ലേണ്ട ബസിലിക്ക പള്ളി. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് നസ്രേത്ത് പട്ടണം പണിതിരുന്നത് ഒരു മലയുടെ മുകളിലായിരുന്നു എന്ന്. ഗലീലയുടെ പുഷ്പമെന്ന് സെൻറ്റ് ജെറോം 4-ാം നൂറ്റാണ്ടിൽ വിശേഷിപ്പിച്ച ആ നസ്രേത്തിലെ ഒരു സിനഗോഗിലാണ് യേശു ഇപ്പോൾ ചുരുളുകളിൽ നിന്നും വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുവാനായി അവൻ്റെ സ്വന്തം ജനത്തിനു മുൻപിൽ നിൽക്കുന്നത്. ദൈവമേ, ഓരോ ഞങ്ങളുടെ സാബത്ത് ദിവസമായ ഞായറാഴ്ചകളിലും ഓരോ വിശുദ്ധ ബലിയിലും നീ ഞങ്ങളുടെ മുൻപിൽ
അന്ന് ആ സിനഗോഗിൽ സ്വന്തം ജനത്തോട് സംസാരിക്കുവാൻ നിന്ന പോലെ നീ വന്ന് നിൽക്കുന്നുവല്ലോ. നിൻ്റെ സുവിശേഷത്തിലൂടെ ഞങ്ങൾ നിൻ്റെ സ്വരം കേൾക്കുന്നു. നീ നിൻ്റെ സ്വന്തം ജനത്താൽ അവഗണിക്കപ്പെട്ട പോലെ ഞങ്ങൾ നിന്നെ കേട്ട് നിൻ്റെ വാക്കുകൾ അവഗണിച്ച് ജീവിക്കുന്നവരാകാതെ നസ്രായനായ നിന്നെ പിൻചെല്ലുവാനുള്ള യോഗ്യത ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.